നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മളെ ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ചെറിയൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പുതിയതായിട്ട് കാണുന്ന എല്ലാവരും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. പിന്നെ ഇന്നിപ്പം നമ്മൾ തേങ്ങ അരയ്ക്കാതെയാണ് ഈ ഒരു മീൻകറി വെച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മസാലക്കൂട്ടൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. അപ്പം മല്ലിപ്പൊടി ഇവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു സ്പൂണിന് 2.5 സ്പൂണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ മുളക് പൊടി എടുക്കുമ്പോഴത്തേക്ക് മല്ലിപ്പൊടി എടുത്തിരിക്കുന്ന അതേ സ്പൂണിൻ്റെ അളവിൽ ഒരു 2 സ്പൂണാണ് എടുക്കുന്നത്. മല്ലിപ്പൊടി ഇത്തിരി കൂട്ടി എടുത്തിട്ടുണ്ട്, മുളക് പൊടി കുറച്ചുമാണ് എടുക്കുന്നത്. പിന്നെ ഈ ഒരു മീൻ കറിക്ക് കുരുമുളകിൻ്റെ പൊടി വേണം മുന്നിട്ട് നിൽക്കാനായിട്ടുള്ളത്. അപ്പോൾ എരിവുള്ള മുളക് പൊടി ചേർക്കല്, എരിവില്ലാത്ത മുളക് പൊടിയും കുരുമുളകിൻ്റെ പൊടിയും വേണം ചേർക്കാനായിട്ട്. മല്ലിപ്പൊടി ഒത്തിരി ഒന്ന് കൂട്ടിയെടുക്കണം. എപ്പോഴും നമ്മൾ എടുക്കുന്നെങ്കിലും മല്ലിപ്പൊടി ഒരു ശകലം ഇത്തിരി മുന്നിട്ട് വേണം നിൽക്കാനായിട്ടുള്ള ഈ ഒരു മീൻ കറി വെച്ചെടുക്കുമ്പോഴത്തേക്ക്. ഇനി അടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോഴും നമ്മളെ മീനിനുള്ള മസാലപ്പൊടിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളിയും ചെറിയുള്ളി നേരത്തെ കഴുകി വൃത്തിയാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളി കട്ട് ചെയ്തിട്ടില്ല, ഇത് നമ്മൾ ചേർക്കുന്ന സമയത്താണ് കേട്ടോ കട്ട് ചെയ്ത് ചേർക്കുന്നത്. പെണമ്പുളി നേരത്തെ കഴുകിയിട്ടാണ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുതിരാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കറുത്ത പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില എടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു കൈക്ക് ഒരു പിടി കറിവേപ്പിലയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു ചട്ടി നമ്മൾ എവിടെ നിന്നാണ് മേടിച്ചത്. ഞാനിവിടെ മൺചട്ടി മൺകലമൊക്കെ വിൽക്കുന്ന അവരുടെ കയ്യിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. മൺചട്ടി മൺകലം വിൽക്കുന്ന അവരുടെ അടുത്ത് ചെന്നിട്ട് ഇതുപോലെ പിടിയുള്ള ഒരു ചട്ടി വേണമെന്ന് പറയണേ. കൈപ്പിടി എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ചട്ടി വേണമെന്ന് പറയുമ്പോഴത്തേക്ക് അവരെടുത്ത് തരും. അവരുടെ കയ്യിൽ ഇതുണ്ട്. 110 120 കണ്ടാണ് കേട്ടോ. ചട്ടി ചൂടായതിന് ശേഷം വേണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാനായിട്ടുള്ളത്. ഇത്ര വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ഒരു 2-2.5 സ്പൂൺ കണക്കാക്കിയിട്ടാണ് ഒഴിച്ചിരിക്കുന്നത്. മസാലക്കൂട്ട് എല്ലാം ഒന്ന് വറുത്തെടുക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ചട്ടി ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. അപ്പോൾ ആ വെളിച്ചെണ്ണ മൊത്തത്തിലൊന്ന് പിടിക്കാൻ, പിന്നെ ആ ഒരു മയമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് എണ്ണയിൽ ആദ്യം ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. തക്കാളിയും ചെറിയുള്ളിയും ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പുനീരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ കുപ്പിയിലിട്ട് വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം നേരത്തെ ഒരു വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, നമ്മൾ ഈ ഇട്ട് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ. പിന്നെ ചെറിയ ഉള്ളിയിലും തക്കാളിയിലും ഉപ്പ് മൊത്തത്തിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ ഒരു സ്പൂണ് കൊണ്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് നമ്മളിതിൻ്റെ ഒരു മൂടി വെച്ചിട്ട് ഇങ്ങനെ അടച്ച് വെക്കുന്നുണ്ട്. അടച്ച് വെക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആവിയിലൊന്ന് കുറച്ചൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഉപ്പ് ഞാൻ ഇതുപോലെ ഒരു കുപ്പിയിലിട്ട് വെച്ചിരിക്കുന്നത്. ആ കുപ്പിയുടെ അടിഭാഗത്ത് കാണുന്നത് അതിലൊരു മണൽ പോലെ വരും കേട്ടോ. അപ്പോൾ അത് നമ്മൾ നേരിട്ടല്ലാതെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിൽ ഈ അഴുക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്നതിനെ കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൊടിയുപ്പാണെങ്കിലും കല്ലുപ്പാണെങ്കിലും അതിൻ്റെ അഴുക്ക് നമുക്ക് കുപ്പിയുടെ അടിഭാഗത്ത് വന്ന് കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് പല വീഡിയോയിലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ നേരത്തെ നമ്മൾ ഒരു പിടി കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി കറിവേപ്പില ഒന്ന് മൂത്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ ഒരു സ്പൂണ് കൊണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ഒരു കഷ്ണം പുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ പുളി ഞാൻ വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത്. ഇത് ചന്തയിൽ നിന്ന് നമ്മൾ മേടിച്ചതല്ല, ഇത് ഞാൻ അല്ലാതെ ഒരാളിൻ്റെ കയ്യിൽ നിന്ന് വീട്ടിൽ നിന്ന് വാങ്ങിച്ച നല്ല പുളിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ പുളിയുടെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടും. പിന്നെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ചേരുവകളൊക്കെ എടുത്ത് ഇതുപോലെ ഒന്ന് വറുത്ത് കോരി എടുക്കുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഇതേ അളവിൽ തന്നെ എടുക്കാനായിട്ട് നോക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ മേടിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ കൂടുതലോ അല്ലെങ്കിൽ കുറച്ചോ മീനൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം ചേരുവ എടുക്കാനായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കാണിച്ചു തന്നത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പം നമ്മളെ വീട്ടിലിപ്പം ഞാൻ എടുത്തിരിക്കുന്ന മീനിന് വേണ്ടിയിട്ട് എത്രയാണോ ചേരുവ എടുക്കാനായിട്ടുള്ള അത് കണക്കാക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോ ടേസ്റ്റിനനുസരിച്ചിട്ട് വേണം ചേരുവ എടുക്കാനും ചേർക്കാനും ആയിട്ടുള്ളത്. പിന്നെ പൊടി ഐറ്റങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്കൊന്ന് കൂട്ടിയും കുറച്ചും കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന മീനിന് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നല്ല രീതിക്ക് തന്നെ വറുത്ത് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. തീയൊക്കെ ഓഫ് ചെയ്ത് എൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം ചെറിയ ജാറിൽ വെച്ചിട്ട് വേണം ഇതിനെ ഒന്ന് അരച്ചെടുക്കാനായിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മളിവിടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജാറിലാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അപ്പം നല്ല കുഴമ്പ് മാതിരി തന്നെ അരച്ചെടുക്കാനായിട്ട് നോക്കണം. ഉലുവയുടെ പൊടി ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടില്ല. ഉലുവ വറുത്തതിരിക്കുന്നതിനെ കൊണ്ട് നമ്മൾ അരച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് കുറച്ച് വറുത്ത ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ ഇട്ട് കൊടുത്തിരിക്കുന്ന പുളി ഇതിനകത്ത് കിടപ്പുണ്ട്. അതിൻ്റെ ആ ഒരു പച്ച ചുവയും ചെറിയ കാറിലൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോഴിതെല്ലാം എടുത്ത് വെച്ച് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ കണക്ക് കുറച്ച് വറുത്ത ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉലുവ പൊടിച്ചതിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നേരത്തെയുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ പൊടിച്ച് വെക്കാറില്ല, വറുത്തൊരു ടിന്നിലിട്ട് വെക്കും, ആവശ്യത്തിന് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്കിതാണ് ഏതം വരുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്.
ഇനി ഇതിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഒഴിക്കാനായിട്ട്, മസാലയുടെ മുകളിലായിട്ട് നിൽക്കരുത്. പിന്നെ ജാറ് ചെറുതായിട്ടൊന്ന് ചരിക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും, അതിൻ്റെ നിവക്ക വരാത്ത രീതിയിൽ തന്നെയാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം അരച്ചെടുക്കാനായിട്ടുള്ളത്. നേരത്തെ തക്കാളിയും ചെറിയ ഉള്ളിയും വഴറ്റിയ സമയത്ത് എണ്ണയൊക്കെ തെറിച്ച് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ, അതെല്ലാം തുടച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചട്ടിയിലാണ് നമ്മൾ മീൻകറി വെക്കണം. നേരത്തെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസ് അടുപ്പിൽ മീൻകറി വെക്കാനായിട്ട് പറ്റത്തില്ല, അതിൽ വെക്കുന്നതിൻ്റെ വീഡിയോ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഗ്യാസ് അടുപ്പിൽ വെക്കാനൊക്കെ പറ്റും, പക്ഷേ മൺചട്ടി വെക്കുമ്പോൾ ഒത്തിരി സമയം കഴിഞ്ഞിട്ടാണ് ചൂടായി കിട്ടുന്നത്. പിന്നെ അത് മാത്രമല്ല, മൺചട്ടി നമ്മൾ ഗ്യാസിൽ വെക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഗ്യാസ് തീരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഴിവിൻ്റെ പരമാവധി ഗ്യാസിൽ തന്നെ നമ്മൾ മീൻകറിയോ അങ്ങനെ ഒന്നും വെക്കാതെ വിറകടുപ്പിൽ നമ്മൾ പഴയ രീതിക്ക് തന്നെ വേവിച്ചെടുക്കും. നമുക്ക് അത് അങ്ങനെ ഏതും വരത്തുള്ളൂ കേട്ടോ. പിന്നെ ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പിൽ തന്നെ ഈ ഒരു മീൻകറി വെച്ചെടുക്കുന്നത്. അപ്പോഴേ ഉലുവ, കടുക്, കറിവേപ്പില, വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് വഴറ്റി കിട്ടിയതിന് ശേഷമാണ് കേട്ടോ അരച്ച് വെച്ചിരുന്ന ചേരുവ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല കുഴമ്പ് മാതിരി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതേ രീതിക്ക് തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഒരു ടേസ്റ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ അരയ്ക്കുമ്പോഴത്തേക്ക് എത്രത്തോളം കറിയാണ് നമുക്ക് കിട്ടുന്നത്, അതേ രീതിക്ക് തന്നെ തേങ്ങ അരയ്ക്കാതെ തന്നെ നമുക്ക് ഈ മസാലക്കൂട്ടെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ല കുഴമ്പ് മാതിരി തന്നെ ഈ കറക്റ്റ് പരുവത്തിന് എത്ര പേരാണോ നമ്മളെ വീട്ടിൽ കഴിക്കാനായിട്ടുള്ള അവർക്ക് അതിനനുസരിച്ചുള്ള കറികൾ നമുക്ക് ഇന്ന് എടുക്കാനും പറ്റും. പിന്നെ നമ്മൾ മസാലയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു തവി കൊണ്ട് ഇതേ രീതിക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നല്ല കുഴമ്പ് മാതിരി നല്ല ഒന്ന് ചൂടായി വന്നതിന് ശേഷം വേണം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത്. മീനിനനുസരിച്ചുള്ള വെള്ളം വേണം ചേർക്കാനായിട്ടുള്ളത്. എത്ര ഗ്രേവിയാണ് നമുക്ക് വേണ്ടതെന്ന് അതൊന്ന് നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ടുള്ളത്. അപ്പോൾ വെള്ളമെല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ നേരത്തെ മസാലയൊക്കെ വറുത്ത സമയത്ത് കുറച്ച് ഉപ്പുനീര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പുനീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ അടച്ച് വെച്ചിട്ട് ആദ്യത്തെ ആ ഒരു തിള ഒന്ന് വരണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടച്ച് വെക്കുന്നുണ്ട്. പിന്നെ മീൻ നേരത്തെ തന്നെ കട്ട് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ചൂര മീനിൻ്റെ കുട്ടി മീനുണ്ടല്ലോ, അതാണ് ഞാനിവിടെ കട്ട് ചെയ്തെല്ലാം വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു മീൻകറി വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ലത് ചൂര മീനൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കണം കേട്ടോ. തേങ്ങ അരയ്ക്കാതെ നമ്മൾ എടുക്കുന്ന ചേരുവ ഇതേ രീതിക്ക് തന്നെ ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഈ ഒരു കറിക്ക് അത്രയും നല്ല ഒരു ടേസ്റ്റ്, നല്ല കൊഴുപ്പ് മാതിരിയൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ഒരു തവി കൊണ്ട് കോരി ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ തവി കൊണ്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറി വീഴാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് ആദ്യത്തെ ആ ഒരു തിള വരണമല്ലോ, ആ തിളച്ച് വന്നതിന് ശേഷം വേണം ബാക്കിയുള്ള ചേരുവ ചേർക്കാനായിട്ടുള്ള. ചേരുവ ചേർക്കാനെന്ന് പറയുമ്പോഴത്തേക്ക് ഇനി അടുത്തത് പെണമ്പുളി നേരത്തെ തന്നെ ഞാൻ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ കുതിരാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 കഷ്ണം പെണമ്പുളിയാണ് എടുത്തിരിക്കുന്നത്. പെണമ്പുളി എന്ന് പറയുന്നത് കുടംപുളിയാണ് കേട്ടോ. അപ്പോൾ അത് 2 കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. തക്കാളി ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. നേരത്തെ നമ്മൾ അരയ്ക്കുന്ന ആ ഒരു സമയത്ത് വഴറ്റിയെടുത്തില്ല, അപ്പോൾ ഞാൻ ഒരു തക്കാളി ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പുളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ കുക്കിങ്ങിൻ്റെ വീഡിയോയും ഒത്തിരി പേരും ട്രൈ ചെയ്ത് നോക്കിയിട്ടൊക്കെ ചില വീഡിയോയിലൊക്കെ വന്നിട്ട് ഒരുപാട് പേര് കമൻ്റ് ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല രീതിക്ക് തന്നെ ശരിയായി കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു മീൻ കറിയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോയുടെ തൊട്ട് താഴെ വന്ന് കമൻ്റ് ഇടുവാണെങ്കിൽ നമുക്കത് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഗ്രേവിയൊക്കെ കുറേയൊക്കെ അങ്ങ് വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ച് കിട്ടാനായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ദാണ്ട ഈ ഒരു തവിയിൽ നമ്മളിങ്ങനെ കോരി എടുക്കുമ്പോഴത്തേക്ക് അതിൽ കട്ടി മാതിരി ഒന്ന് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കുഴമ്പ് മാതിരി വരുമ്പോഴത്തേക്ക് വേണം നമ്മൾ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിനെ ഒന്ന് കറക്റ്റ് ആ ഒരു പാകത്തിന് എടുക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനൊന്നും അധികം വറ്റിക്കാനായിട്ട് അങ്ങനെ ഒന്നും ഇല്ല. ഗ്രേവി എത്രത്തോളം വേണോ അതിനനുസരിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ലതുപോലെ തന്നെ കുറച്ചും കൂടെയൊക്കെ വറ്റിച്ച് സെറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ ഞാനിപ്പോൾ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മീൻകറി ഇന്നിപ്പം നമ്മൾ വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഒരു ദിവസം പഴവിയിട്ട് വേണം നമ്മൾ തേങ്ങ അരയ്ക്കാത്ത മീൻകറി എടുക്കാനായിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആ ഒരു കട്ടിക്ക് നല്ല കറക്റ്റ് ആ ഒരു പാകത്തിനും കളറിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ.